നമുക്ക് ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ അതുപോലെ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഞാനിവിടെ മെയിൽ ഐ ഡിയും അതുപോലെ പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം ഞാൻ ലോഗിൻ ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷന് നമ്മൾ ലോഗിനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ താഴെ കാണാൻ വേണ്ടി പറ്റും മാർക്കറ്റ്സ്, അതേപോലെ തന്നെ ട്രേഡ്സ്, പ്രൊഫൈല്. ഈ ഒരു പ്രൊഫൈലിൻ്റെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒതൻറ്റിക്കേഷൻ്റെ ഏരിയയിൽ വെരിഫൈഡ് ആ ഒരു ഏരിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 വെരിഫൈഡ് ആണ്. നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാം, അതേപോലെ തന്നെ എങ്ങനെയാണ് വിഡ്രോ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ആ ഒരു പ്രൊഫൈലിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ ആ ഒരു അക്കൗണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ മൾട്ടിപ്പിൾ അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് എമൗണ്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. $13 ആണ് മിനിമം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. അതിനുശേഷം ഞാനിവിടെ ഒരു $100 ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. കൂപ്പൺ കോഡ്സ് ചോദിക്കുന്നുണ്ട്, നമുക്ക് കൂപ്പൺ കോഡ്സോ കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. നമുക്ക് ഈ ഒരു ഏരിയാസിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. USDC ഉണ്ട്, അതേപോലെ തന്നെ USDT ഉണ്ട്, ബൈനാൻസ് പേ ഉണ്ട്. നിങ്ങൾക്ക് ബൈനാൻസ് പേ ഉപയോഗിച്ചുകൊണ്ടല്ല USDT ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ERC20, TRC20 വഴിയെല്ലാം നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോസ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഏറ്റവും താഴെ വരുത്താണ് നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. UPI നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അത് ലോക്ക്ഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും യു ഹാവ് നോട്ട് മീറ്റ് എ മിനിമം ലിമിറ്റ് ഓഫ് ദിസ് പേയ്മെൻറ്റ് മെത്തേഡ് 102.25 എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് 102.25 കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു UPI വഴി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു ഏരിയാസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 100 ഉള്ളത് ഞാൻ 103 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഡണ്ണ് കൊടുക്കുന്നുണ്ട്, കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഏരിയാസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു UPIയുടെ ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കണ്ടോ, ഇവിടെ UPI പ്രൈമറി ഉണ്ട്, അത് ആക്റ്റീവായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് നോ ഫീസസും കാര്യങ്ങളാണ്. അതേപോലെ തന്നെ 1 to 3 ഹവേഴ്സിനുള്ളിൽ ആ ഒരു ഡെപ്പോസിറ്റും കാര്യങ്ങളും കംപ്ലീറ്റ് ആകാൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. UPI പറഞ്ഞിട്ടുള്ള അടുത്തൊരു ഓപ്ഷൻ കൂടി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് UPI പ്രൈമറി ഉണ്ട്, അതേപോലെ തന്നെ UPI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ ഒരു ഏരിയയിൽ UPI പ്രൈമറി എന്നുള്ളത് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കൺഫോർ ദ ഡീറ്റെയിൽസ് ആൻഡ് ക്ലിക്ക് ദ പേ നൗ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആ ഒരു പേ ടു ഏതൊരു അക്കൗണ്ടിലേക്കാണ് ഡെപ്പോസിറ്റ് എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് കൂപ്പൺ കോഡോ കാര്യങ്ങളൊന്നും ഇല്ല. ആക്ച്വൽ പേയ്മെൻറ്റ് എമൗണ്ട് 103 ആണ്. നമുക്കിവിടെ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് 91.86 രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. എക്സാക്റ്റ് ആ ഒരു ഇപ്പോൾ ഉള്ള USDയുടെ കറൻസി റേറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ഞാൻ എഗ്രി കൊടുക്കുന്നുണ്ട്, അതിനുശേഷം പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. സേഫ്റ്റി റിമൈൻഡർ ചോദിക്കുന്നുണ്ട്. ഐ ഓൾറെഡി നോ ദ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് കൺഫേം കൊടുക്കാം. ഈ ഒരു ഏരിയാസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് ടൈം ടു പേ എന്ന് പറഞ്ഞിട്ട് 14 മിനിറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ ഒരു 14 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു UPI കോപ്പി ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളും കൺഫേം ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ആ ഒരു നമ്മുടെ നെയിം, അതായത് പ്ലീസ് എൻ്റർ യുവർ നെയിം, നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, ഞാനിവിടെ ഈ ഒരു UPI യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ഗൂഗിൾ പേയിലേക്ക് പോയതിന് ശേഷം ഞാൻ പേയ്മെൻറ്റും കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5 to 6 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളൊരു ഡെപ്പോസിറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയാൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ക്രിപ്റ്റോ ഉണ്ട്, ഇൻഡസൈസ് ഉണ്ട്, ഫോറക്സ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്. ഇപ്പോൾ ഫോറക്സിലേക്ക് വന്ന് ഇപ്പോൾ യൂറോ USDയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബൈ ആ സെൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ എങ്ങനെ ട്രേഡ് എടുക്കാം മറ്റ് കാര്യങ്ങളും ട്യൂട്ടോറിയലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു വെബ് പേജിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ ട്രേഡ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഇതിൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആ ഒരു വെബ്സൈറ്റ് മോഡലിന് ട്യൂട്ടോറിയലും കാര്യങ്ങളും ചെയ്യുന്നതാണ്. നമുക്കിത് എങ്ങനെ വിഡ്രോ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര ടൈം എടുക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി നോക്കാം. ഈ ഒരു പ്രൊഫൈലിൻ്റെ സെക്ഷനിലേക്ക് പോകുന്നുണ്ട്.
ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ആ ഒരു അസറ്റ്സിൻ്റെ ഏരിയയിൽ വിഡ്രോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു വിഡ്രോസിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയാസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ ബാലൻസും കാര്യങ്ങളെല്ലാം ഷോ ആവുന്നുണ്ടാവും. ഞാൻ വിഡ്രോസിൻ്റെ എക്സാമ്പിൾ വേണ്ടിയിട്ട് ആ ഒരു $103 തന്നെ ആ ഒരു മാക്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ആ ഒരു എങ്ങനെയാണ് ആ ഒരു ഡോളേഴ്സ് വിഡ്രോ ചെയ്ത് നോക്കാം. കണ്ടിന്യൂ കൊടുക്കാം. നമുക്കിവിടെ വിഡ്രോയിൽ മെത്തേഡ് ചോദിക്കുന്നുണ്ട്. അവിടെ സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ ആഡ് ന്യൂ ബാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതുകൂടി ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ബാങ്കിൻ്റെ നെയിം, IFSC കോഡ്, ബാങ്ക് ബ്രാഞ്ച്, അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നെയിം, ബാങ്ക് സിറ്റി, മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കാം. അതിന് ശേഷം സേവ് ചെയ്തതിന് ശേഷം വിഡ്രോസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ഏരിയയിൽ വിഡ്രോ കൊടുക്കുന്നുണ്ട്. ബാങ്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഫസ്റ്റ് കൊടുക്കുന്ന നെയിം, ആ ഒരു നെയിമും അതേപോലെ തന്നെ ബാങ്കിൻ്റെ നെയിമും വിഡ്രോ ചെയ്യുന്നതും കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ റിജക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നമ്മളെ വിഡ്രോവൽസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ ആ ഒരു ഫണ്ട് ക്രെഡിറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെയിലും കാര്യങ്ങളും വേണ്ട, ഒരു മെയിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നോർമലി ഇവർ പറയുന്നുണ്ടാകുക 2 to 5 ബിസിനസ് ഡേയ്സിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഫണ്ട് ക്രെഡിറ്റ് ആകുന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എത്ര ടൈം എടുക്കും ഫണ്ട് വിഡ്രോ ആകാൻ വേണ്ടിയിട്ട്. ഞാനൊരു ടൈമും കാര്യങ്ങളെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. വിഡ്രോവൽ സക്സസ്ഫുൾ ആയത് 1:15 പേ ഔട്ടും കാര്യങ്ങളും എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 7:15 ആ ഒരു ടൈമാണ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ട് ടൈമിനാണ് നമുക്ക് വിഡ്രോസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായത്. അതേപോലെ തന്നെ ഇൻ കേസ് എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങൾ വരുത്താണെങ്കിൽ ഇവിടെ ചാറ്റ് സപ്പോർട്ട് ഉണ്ട്. ആ ഒരു ചാറ്റ് സപ്പോർട്ടിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് നെയിമാണോ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് നിങ്ങളുടെ ആ ഒരു യൂസർ നെയിം ആയിട്ട് കൊടുക്കുന്നത്, ആ ഒരു നെയിമും അതേപോലെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലെ നെയിമുമായിട്ട് കറക്റ്റായിട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിഡ്രോയിലും എറർ ഇല്ലാതെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു വിഡ്രോയിൽ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ടിലേക്കെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ആ ഒരു അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ട്യൂട്ടോറിയലും മറ്റു കാര്യങ്ങളിലും നോക്കുന്നുണ്ടാവും. വെബ് ബ്രൗസറിലേക്ക് പോയിട്ട് ട്രേഡ് ചെയ്യുന്നതും അതേപോലെ മൊബൈൽ ആപ്പ് വഴി എങ്ങനെയാണ് ട്രേഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടാവും. അതേപോലെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം.